സങ്കീർത്തന പുസ്തകം 59 അധ്യായവും 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും. എന്റെ ദൈവമേ, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നു എന്നെ വിടുവിക്കേണമേ, എന്നെയാടു എതിർക്കുന്നവരുടെ വശത്തുനിന്നു എന്നെ ഉദ്ധരിക്കേണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നു എന്നെ വിടുവിച്ചു, രക്തപാതകന്മാരുടെ പക്കൽ നിന്നു എന്നെ രക്ഷിക്കേണമേ. ഇതാ, അവർ എന്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എന്റെ നേരെ കൂട്ടം കൂടുന്നതു എന്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എന്റെ പാപം ഹേതുവായിട്ടുമല്ല. എന്റെ പക്കൽ അകൃത്യം ഇല്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു, എന്നെ സഹായിപ്പാൻ ഉണർന്നു കടാക്ഷിക്കേണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവമേ, സകലജാതികളെയും സന്ദർശിക്കേണ്ടതിനു നീ ഉണരേണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരെയാടും കൃപ ഉണ്ടാകരുതേ. സേലാ. സന്ധ്യാസമയത്തു അവർ മടങ്ങിവരുന്നു, നായപ്പയാലെ കുരച്ചുംകൊണ്ടു അവർ പട്ടണത്തിനു ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വായ്കൊണ്ട് ശകാരിക്കുന്നു, വാളുകൾ അവരുടെ അധരങ്ങളിൽ ഉണ്ടു, ആർ കേൾക്കും എന്നു അവർ പറയുന്നു. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലിച്ചിരിക്കും, നീ സകലജാതികളെയും പരിഹസിക്കും. എന്റെ ബലമായുള്ളയാവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എന്റെ ഗയാപുരമാകുന്നു. എന്റെ ദൈവം തന്റെ ദയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എന്റെ ശത്രുക്കളെ കണ്ടുരസിക്കുമാറാക്കും. അവരെ കൊന്നുകളയരുതേ, എന്റെ ജനം മറക്കാതിരിക്കേണ്ടതെന്നു തന്നെ. ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ, നിന്റെ ശക്തികൊണ്ടു അവരെ ഉഴലുമാറാക്കി താഴ്ത്തേണമേ. അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും ഭയാഷ്കു നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപ്പെട്ടുപോയാകട്ടെ. കെയാപത്തെയാടെ അവരെ സംഹരിക്കേണമേ. അവർ ഇല്ലാതെയാകും വണ്ണം അവരെ സംഹരിച്ചുകളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നു എന്നു ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ. സേലാ. സന്ധ്യാസമയത്തു അവർ മടങ്ങിവരുന്നു, നായപ്പയാലെ കുരച്ചുംകൊണ്ടു അവർ നഗരത്തിനു ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു, തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഞാനയാ നിന്റെ ബലത്തെക്കുറിച്ചു പാടും, അതികാലത്തു ഞാൻ നിന്റെ ദയയെക്കുറിച്ചു കേയാശിച്ചാനന്ദിക്കും. കഷ്ടകാലത്തു നീ എന്റെ ഗയാപുരവും അഭയസ്ഥാനവും ആയിരുന്നു. എന്റെ ബലമായുള്ളയാവേ, ഞാൻ നിനക്കു സ്തുതിപാടും. ദൈവം എന്റെ ഗയാപുരവും എന്നെയാടു ദയുള്ള ദൈവവും അല്ലോ. സങ്കീർത്തന പുസ്തകം 59 അധ്യായവും 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവുമായി അനുരഞ്ജനപ്പെടുവിൻ എന്നു ക്രിസ്തുവിനു വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മിശിഹ കഷ്ടപ്പെടുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ പാപമോചനത്തിനായുള്ള മാനസാന്തരം എല്ലാ ജനതകളോടും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇപ്പോൾ സ്വീകാര്യമായ സമയം ആകുന്നു, ഇപ്പോൾ രക്ഷാദിവസം ആകുന്നു. യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്നു വായ്കൊണ്ടു ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നു ഉയിർത്തെഴുന്നേൽപ്പിച്ചു എന്നു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെട്ടു പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടേണ്ടതെന്നു മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ദൈവം ഒരുവനും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനും ഉണ്ടു, മനുഷ്യനായ ക്രിസ്തുയേശു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവസ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ഏകജ്ഞാനിയായ ദൈവത്തിന് ഇപ്പോഴും എന്നേക്കും മഹത്വവും ബഹുമാനവും ആധിപത്യവും ശക്തിയും ഉണ്ടാകട്ടെ. നന്ദിയും ആമേനും. അഗബാവോ പ്രതിധ്വനികൾ. സാക്ഷ്യങ്ങൾ അതിരുകൾ മറികടക്കുന്നു.